ഡിയർ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്കും ഇലക്ട്രലിൻ്റെ ഫോംസ് BLOമാർ കൊണ്ടേ തന്നിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പലർക്കും പല കൺഫ്യൂഷൻസ് അതിൻ്റെ അകത്തുണ്ടാവും. അതിനകത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യത്തെ ഏറ്റവും ടോപ്പിൽ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ, അത് ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, ഇലക്ട്രൽ റോളിൻ്റെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രൽ റോളിൻ്റെ ഡീറ്റെയിൽസ് അവർ ആ ഫോമിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ആ ഫോമിൻ്റെ ഏറ്റവും മുകളിലെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം എല്ലാം, വൈഫ് അല്ലെങ്കിൽ സ്പൗസ്, അവരുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ വന്നിട്ട് താഴെ വന്ന ലെഫ്റ്റ് സൈഡിൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ഏത് ബൂത്തിലാണ് എവിടെയാണ് വോട്ട് ചെയ്തത് അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്യണം. 2002 വോട്ടേഴ്സ് ലിസ്റ്റ്. സപ്പോസ് നിങ്ങളെ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണുന്നില്ല എങ്കിൽ അതിൻ്റെ നേരെ വലതുവശത്ത് കാണുന്ന കോളത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ ഈ 4 ആൾക്കാരുടെ ഡീറ്റെയിൽസ് വോട്ടേഴ്സ് ലിസ്റ്റ് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് ആ പറയുന്ന താഴെ പറയുന്ന ഡീറ്റെയിൽസ് അവർ മണ്ഡലം, പാർട്ട് നമ്പർ, ബൂത്ത് നമ്പർ, ഇങ്ങനെ കുറേ അതൊക്കെ നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുത്ത് താഴെ നിങ്ങൾ ഒപ്പിട്ട് സാധനം കൊടുക്കണം. ഇതില്ലാത്തൊരു ബുദ്ധിമുട്ടിലാവും. അപ്പോൾ 2002 നിങ്ങളുടെ പേര് ഇല്ലാണ്ടിരിക്കുകയും അച്ഛനും അമ്മയും അമ്മൂമ്മയോ അപ്പൂപ്പനോ ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ ഇല്ലാണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ പല ഡോക്യുമെൻസുകളായിട്ട് അവരുടെ മുമ്പിൽ ഹാജരാവാൻ വേണ്ടി പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ ബ്രദേഴ്സിൻ്റെ ഒന്നും പാടില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ, ഒരുപക്ഷെ 2002 എന്യൂമറേഷൻ സമയത്ത് നിങ്ങൾ സ്ഥലത്തില്ലാണ്ടിരിക്കുകയോ ട്രാൻസ്ഫറായിട്ട് വേറെ ജോലിക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ട് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ ഇതെല്ലാവരും പേരും ഉണ്ട് താനും. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ, നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് എനിക്ക് അറിയില്ല, എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾക്കത് എനിക്കൊന്ന് ക്ലിയറാക്കി തരാൻ പറ്റിയെങ്കിൽ വളരെ സന്തോഷം. ഇപ്പോഴത്തെ ലിസ്റ്റിൽ, നിലവിലുള്ള ലിസ്റ്റിൽ നമ്മൾ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് 2002 ലിസ്റ്റിലേക്ക് ഇവർ പോകുന്നു? എന്തിനാണ് 2002 ലിസ്റ്റിലെ ഡീറ്റെയിൽസ് ഇവർ വേണം എന്ന് പറയുന്നു? അതിനുശേഷം എന്യൂമറേഷൻ നടത്തിയിട്ടല്ലേ നമ്മുടെ പേരുകളൊക്കെ ഈ ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്തിലാണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് പോലും നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ പോലും ലോക്സഭാ ഇലക്ഷൻ വോട്ട് ചെയ്ത വോട്ടേഴ്സിൽ എൻ്റെ പേരുണ്ട്, 2002 എൻ്റെ പേരില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് താരതമ്യം ചെയ്യാൻ പറയുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ പലർക്കും അറിയത്തില്ല. ഈ BLOയോട് ചോദിച്ചു പുള്ളിക്കാരൻ അറിയത്തില്ല, എന്തിനാണെന്ന് അറിയത്തില്ല. ഒരുപക്ഷേ ഈ നിയമം കൊണ്ടുവന്ന ആൾക്കാർക്കും ഇത് അറിയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. ഇത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്